വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗുജറാത്തിലെ ഹൈവേയിലോട് ചേർന്ന് കിടക്കുന്ന സനന്ത് SANAND സനന്ത് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. ഓക്കെ, ഇത് ഒരു ഈ സ്ഥലത്തേക്ക് എൻ്റർ ആവുന്ന വഴി ഇതാണ്. പശുക്കളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ എവിടെ നോക്കിയാലും വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്രാമത്തിലോട്ടൊന്ന് പോയി നോക്കാം. എല്ലായിടത്തും ഇതുപോലെ ഉണ്ട്. പശുക്കൾ അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. ഇത് ഹൈവേന്ന് ജസ്റ്റ് അകത്തോട്ട് കയറുമ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ കുഗ്രാമമൊന്നുമല്ല, ഇത് സാധാ ഒരു ഗ്രാമം തന്നെയാണ്. അത്യാവശ്യം വലിയ വീടുകളോ ബിൽഡിങ്ങുകളോ എന്തോന്നാ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പോയി നോക്കാം. റോഡ് രണ്ടായി തിരിയുന്നുണ്ട്. നമുക്ക് ഏത് റോഡിലാണ് നേരെയുള്ള റോഡിലേക്ക് പോകാൻ പറ്റും, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കുറച്ച് മുമ്പ് പോയി നോക്കാം. ഇവിടെ വലിയ വലിയ കടയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ വന്ന വഴി കുറച്ച് മുമ്പോട്ട് കൂടി പോയി നോക്കാം. ഇവിടെ നോക്കിയാൽ ഇതുപോലെ വളർത്തു മൃഗങ്ങള്, നാൽക്കാലി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. ആരുടെയൊക്കെ വീടാണ്. അവിടെ കടയുണ്ട്. എല്ലാ വീടിനും മുകളിലും കുറച്ച് വെയിറ്റ്, സാധാരണ കല്ലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാറുണ്ട്, ഈ ഷീറ്റ് പറന്നു പോകാതിരിക്കാനായിട്ടാണ്. പൊതുവെ അധികമായിട്ട് ഇവിടെ കാണുന്ന ഒരു സംഭവമാണ്. ആൾക്കാരുടെ വീടുകളാണ്. കുറച്ച് മുന്നോട്ട് കൂടി പോയി നോക്കാം. ഒരു കട ഉണ്ടായിരുന്നല്ലോ, അതായത് ഇതാണ് ഇവിടുത്തെ കട. അവിടെയും ഉണ്ട്, ഇവിടെയുണ്ട്. എല്ലാ വീടുകളിലും മണ്ടയിലും സാധാരണ ടാർപോളിൻ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഓട് നിരത്തി വെച്ചിട്ടുണ്ട്, പറന്നു പോകാൻ, കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ. കുറച്ച് മുമ്പോട്ട് കൂടി പോയി നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ കന്നുകാലികൾ എവിടെ നോക്കിയാലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ്. വേസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലമില്ല. എല്ലായിടത്തും ഇങ്ങനെ കുപ്പ കൂട്ടിയിട്ടിരിക്കുക, ആൾക്കാരുടെ വീടിനടുത്തും ഒക്കെ ആയിട്ട്. ഗുജറാത്തിലെ സനന്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുകൂടി നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് വർഷങ്ങളായിട്ട് BJP മാത്രം ഭരിക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ് നമ്മളെ കാണുന്നത്. എല്ലാ വീടുകളിലും പറഞ്ഞില്ലേ, ഷീറ്റുകളുടെ മണ്ടയിലൊക്കെ എന്തെങ്കിലും വെയിറ്റ് ഇങ്ങനെ നിറച്ച് വെക്കാറുണ്ട്. കാരണം ഇത് പറന്നു പോകരുതല്ലോ. ഇതൊക്കെയാ അവിടുത്തെ അവസ്ഥ. ദേശീയ പതാക പാറുന്നുണ്ട്. നമ്മളെ പറ്റി എപ്പോഴും പറയാറുണ്ടല്ലോ, BJPയുടെ നേതാക്കളൊക്കെ കേരളത്തിൽ വന്നിട്ട് പൊതുവെ പറയാറുണ്ട്, കേരളം ഭയങ്കര കഷ്ടമാണ്, കേരളം സോമാലിയാണ്. ഈ പറയുന്നവർ വർഷങ്ങളായിട്ട് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ അവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. മനസ്സിലായില്ലേ? ഏതാണ്ട് എല്ലാ വീടുകളും ഇടിഞ്ഞു പൊളിയാറായ കുറെ വീടുകളും
പൊട്ടിപ്പോൾ ഈ റോഡ് ഇപ്പൊ കുഴപ്പമില്ല, വന്നപ്പോ കുറച്ച് മോശമായിരുന്നെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം. വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇവിടെ ഇല്ല. എല്ലായിടത്തും ഉണ്ട് വേസ്റ്റ്, എല്ലായിടത്തും ഉണ്ട് വേസ്റ്റ്. അതുപോലെ വളർത്തു മൃഗങ്ങളും. കുറേ പോത്താണോ എന്തൊക്കെയോ അലഞ്ഞു തിരിയുന്നുണ്ട്. അവിടെ വേസ്റ്റ് ഇങ്ങനെ നിറച്ചിട്ടിട്ടുണ്ട്, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. വീടിന് തൊട്ടടുത്താ, എന്നാലോചിച്ച് നോക്കിയേ. ഒരുപാട് വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെയാ ഇങ്ങനെ വേസ്റ്റ് നിറച്ച് കുപ്പ കൂട്ടിയിട്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് വളർത്തുമൃഗങ്ങൾ പോകുന്നുണ്ട്. ഇത് മേയ്ക്കുന്ന ആളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കൊച്ചു കേരളവും ഇതുപോലെ മാറ്റിത്തരാമെന്നാണ് അവർ പറയുന്നത്. മാറാത്തത് മാറും. കാരണം വർഷങ്ങളായിട്ട് ഭരിച്ചവർ മാറ്റിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ വികസിതമായ സംസ്ഥാനം. ഏതോ ഒരു നല്ലൊരു വീടിന്റെ ഗേറ്റൊക്കെ ഉണ്ട്. അവിടെ ഒരു അമ്മ ഇരിക്കുന്നുണ്ട്. റോഡിലൊക്കെ പശു അലഞ്ഞു തിരിയുന്നുണ്ട്. ഇനി ഗുജറാത്തിലൊന്നും വികസിപ്പിക്കാനില്ലാത്തത് കൊണ്ടാണ് അവർ പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിപ്പിടിച്ച് വരുന്നത്. കാരണം അവിടെയൊക്കെ വികസിപ്പിച്ച് കഴിഞ്ഞു ഗുജറാത്തിലൊക്കെ. ഇനിയിപ്പോ അവർക്ക് വികസിപ്പിക്കാൻ കേരളം മാത്രമേ ബാക്കിയുള്ളൂ എന്നാ പറയുന്നത്. കേരളം ഭയങ്കരമായി മോശപ്പെട്ട് കിടക്കുകയാണ്. അവർ വന്നിട്ട് വേണം വികസിപ്പിക്കാൻ, ഇതുപോലെ വികസിപ്പിക്കാൻ. ഗൂഗിൾ മാപ്പിലുള്ള സ്ട്രീറ്റ് വ്യൂ മാപ്പാണ്. സ്ട്രീറ്റ് വ്യൂ ഗൂഗിൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. ആർക്ക് വേണമെങ്കിലും എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഈ സ്ഥലത്തിന്റെ പേരടിച്ചു കൊടുത്താൽ മതി. സനന്ദ് ഗുജറാത്ത്. റോഡാണോ തോടാണോ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല. വളർത്തുമൃഗങ്ങൾ തന്നെയാണ് റോഡുകളിൽ ഭൂരിഭാഗവും. എവിടെ നോക്കിയാലും വളർത്തുമൃഗങ്ങൾ കാര്യമായിട്ടുണ്ട്. ഓക്കെ, വീട്ടിലേക്കുള്ള എൻട്രൻസ് ക്ലിയർ. ഈ റോഡ് വഴി സർക്കസ് കാണിച്ചിട്ട് വേണം പോവാൻ. അധികം വാഹനങ്ങളൊന്നും പോകുന്നതായിട്ട് കാണുന്നില്ല ഈ റോഡിലൊന്നും. ചെറിയ ടൂ വീലറാണ് അധികം. ഇതെന്താ സംഭവം? ക്ഷേത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടുത്തെ ക്ഷേത്രമാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ക്ഷേത്രം തന്നെയാണ്, ക്ഷേത്രം.
മറ്റേതോ വലിയ ക്ഷേത്രമാ. അതേതോ വലിയൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ മുൻവശം ഒന്ന് നോക്കിയേ. ഇതാണ് ഗുജറാത്തിന്റെ അവസ്ഥ. നമ്മൾ കാണാത്ത ഒരു ഗുജറാത്ത്. നമ്മൾ കാണുമ്പോ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്തിൽ പോയിട്ട് ഏതെങ്കിലും യൂട്യൂബേഴ്സ് കുറച്ച് വീഡിയോ എടുത്തിട്ട് പൊതുവെ നമ്മളത് തന്നെയാണ് കാണാറുള്ളത്.